ചോറിനൊപ്പം കഞ്ഞിക്കൊപ്പം കഴിക്കാൻ പറ്റിയ പ്രോട്ടീൻ്റെ കലവറയായ ഒരു സൂപ്പർ നാടൻ തോരനാണ്. വൻപയർ തോരൻ്റെ റെസിപ്പിയാണ് എന്നിവിടെ കാണിക്കുന്നത്. വൻപയർ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എങ്കിലും ചിലർക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു. വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസ് ട്രബിളൊന്നും വരില്ല. വൻപയർ വെന്ത് കുഴയാതെ എങ്ങനെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് തോരൻ വയ്ക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഞാനിവിടെ തോരൻ വയ്ക്കാനായിട്ട് ഒരു 3/4 ഗ്ലാസ് വൻപയറാണ് എടുത്തത്. അത് കഴുകി കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഞാൻ കുതിരാനായിട്ട് വെച്ചു. അതിന് ശേഷം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് വേവിക്കുകയാണ്. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 3 വിസിലും കൂടെ കേട്ടു. ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ കടുകിടുക. അതിന് ശേഷം 2 വറ്റൽമുളക് പിച്ചതിലേക്ക് ഇടുക. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ഇടുക. അതിനിടെ ഇവിടെ നമുക്കൊരു കൂട്ട് തയ്യാറാക്കണം. കുറച്ച് തേങ്ങ എടുത്ത് അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5-6 വെളുത്തുള്ളി, ഒരു 1/2 സ്പൂൺ ജീരകപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക. അതിന് ശേഷം ഈ എണ്ണയിലേക്ക് ഈ കൂട്ടിട്ട് കൊടുക്കുക. ഇട്ടൊന്ന് അതിൻ്റെ തേങ്ങയുടെയൊക്കെ ഒരു പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി നല്ലതാണ്, ഗ്യാസ് ട്രബിളൊക്കെ മാറിക്കിട്ടും. അതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറിനെ ഇതിലേക്ക് തട്ടുക. എന്നിട്ട് അതും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. വൻപയറിലുള്ള ഈർപ്പമൊക്കെ മാറി അതൊന്ന് ഡ്രൈ ആവണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനാവശ്യമായ ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കുക. വൻപയർ ഒരു 7-8 മണിക്കൂർ കുതിർത്തിട്ടാണ് വെക്കുന്നതെങ്കിൽ ഒരൊറ്റ വിസിൽ കേട്ടാൽ മതി. അതിനിടയിൽ തന്നെ അത് വേവും. ഞാനിവിടെ 1/2 മണിക്കൂറേ ഇട്ടുള്ളൂ. അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ഒരു 3 വിസിലും കൂടി കേൾക്കേണ്ടി വന്നു. കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പയർ നല്ല മൃദുവായി കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, സമയം ലാഭിക്കും. നമ്മുടെ നാടൻ വൻപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ.